ഹൈ ഡിയേഴ്സ്, പ്ലാന്റ്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ഓരോരോ പ്രശ്നങ്ങൾ കാരണം, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഒരു ഉഷാറില്ലായിരുന്നു വീഡിയോ ഇടാൻ വേണ്ടി. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടതും താൽക്കാലികമായിട്ടെങ്കിലും ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ച് ഇതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. വളരെയേറെ സന്തോഷം തോന്നി ഈ പ്ലാന്റ്സ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ. ഇത് ഒരു വർഷത്തിൽ മേലെ പഴക്കം, കഴിഞ്ഞ മഴയ്ക്ക് മുമ്പേ വെച്ചതാണ് ഈ പ്ലാന്റ്. നല്ലോണം വളപ്രയോഗവും ഒക്കെ ചെയ്തതുകൊണ്ട് ഇത് നല്ലോണം തന്നെ വളർന്ന് മതിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇത് ഇത്രയും പൂക്കളുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പൂക്കളുണ്ടായെന്നല്ലാണ്ട് ഇതുപോലെ ഭ്രാന്ത് പിടിച്ച മാതിരി പൂക്കൾ ഫസ്റ്റ് ടൈമാണ്. ഇത് കാറ്റ്സ് ക്ലൗ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഗ്രസായിട്ട് വളരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ്. ഇതിന് നമ്മൾ സാധാരണ എല്ലാ ചെടികൾക്കും കൊടുക്കുന്ന മാതിരി NPK രാസവളവും അല്ലെങ്കിൽ ജൈവവളം രണ്ടും മാറി മാറി 15 ദിവസം കൂടുമ്പോൾ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്ന മാതിരി ഞാൻ ഇതിനും കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇത്രയും പൂക്കളുണ്ടായത്. ഇത് മതിലിൻ്റെ പുറം വശം, അതെന്ന് വെച്ചാൽ ഇടയിലേക്കുള്ള മതിലാണ്. ആ ഇടയ ഭാഗത്തുള്ള കാഴ്ചയാണിത്. ഇത് നിറയെ പൂവ് മൊട്ടുമുണ്ട്. പക്ഷേ ഒരു ദിവസം ഈ പൂവിൻ്റെ ആയുസ്സുണ്ടെങ്കിലും നല്ല ഭംഗിയാണ്, നല്ലൊരു ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ. ഇതിന് ഇതുപോലെ ടെൻഡ്രിൽസ് ഉണ്ടാവും. ഈ ചെടി അള്ളി പിടിച്ച് വളരാൻ ഏതൊരു പ്രതലത്തിലാണോ ഇത് വളരുന്നത്, ഇതുപോലെ 2 നൂല് പോലത്തെ ഇതുണ്ടാവും. അത് കുഞ്ഞനാണെങ്കിൽ കൂടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടാവും. ഇത് പിടിച്ചിട്ടാണ് ഈ ചെടി പറ്റി പിടിച്ചിട്ടാണ് ഇത് ഈ ടെൻഡ്രിൽസ് കൊണ്ടിട്ടാണ് അത് പറ്റിപ്പിടിച്ച് വളരുന്നത്. അത് എവിടെയാണോ അവിടെ ഇതിൻ്റെ വളർച്ച ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ ആ പ്രദേശമാകെ ഒന്നായിട്ട് മൂടിപ്പോവും. അത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വളർച്ച ക്രമീകരിച്ച് അതിനെ വെട്ടി പ്രൂൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഇതായിട്ട് വളർത്തണം. അതുപോലെ ഞാൻ അതിനെ തന്നെ, ഇത് ചെറിയൊരു പ്ലാന്റാണ്. ഇത് നഴ്സറിയിൽ നിന്ന് എനിക്ക് ഇതുപോലെ തന്നെ അവർ വെട്ടി നിർത്തി ഷോർട്ടാക്കി ഒരു മൂലക്കിട്ടതായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ട് വന്നു. ഇതിലും നിറയെ പൂവുണ്ടാവും. ഇങ്ങനെ വളർത്താം. അല്ലെങ്കിൽ നമുക്കിതുപോലെ 2 ചട്ടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് വെച്ച് വേറൊരു പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ചൂടി ഒക്കെ ചുറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് പടർത്തിയിട്ടും വളർത്താം. ഇങ്ങനെയൊക്കെ വളർത്തുന്ന സമയത്ത് നമുക്കതിൻ്റെ വളർച്ചേനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വളർത്തണം ശരിക്കും. അതിനിഷ്ടം മാതിരി അതിനെ വളർത്താൻ വിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നക്കാരിയാണിത്. പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഒരു രക്ഷ ഉണ്ടാവില്ല അതിനെ ഇഷ്ടം പോലെ വളർത്താൻ വിട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഇത് ക്രീപ്പർ പ്ലാന്റ്, വേറെ 2 ക്രീപ്പർ പ്ലാന്റാണ്. ബ്രൈഡൽ ബൊക്കെ ആയിരുന്നത്. അതേപോലെ തന്നെ ഞാൻ വേറൊരു ഈ പ്ലാന്റ് വലിയൊരു ചട്ടിയിലേക്കും ഇങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇതും നിറയെ പൂവുണ്ടാവും. ഇങ്ങനെയായാലും നിറയെ പൂവുണ്ടാവും. ഇങ്ങനെയാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഓരോന്നിനും ഓരോരോതായിട്ടുള്ള ഭംഗി. നിറച്ച് അങ്ങനെ പടർന്ന് പന്തലിച്ച് വളരുന്നത് കാണാൻ അതൊരു ഭംഗി വേറെ. ഇതുപോലെ വളർത്താനും നല്ല ഭംഗിയാണ്. പിന്നെ എന്താണ്, രാസവളം ഞാൻ NPK 19 കൊടുക്കാറ്. 15 ദിവസം കൂടുമ്പം കലക്കി ഒഴിക്കും. പിന്നെ ജൈവവളവും കൊടുക്കും. ഒരുപക്ഷെ അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് വളപ്രയോഗം ചെയ്തത് കൊണ്ടായിരിക്കാനും മതി ഇത് ഇപ്രാവശ്യം ഇത്രയും പൂക്കളുണ്ടായത്. എന്തായാലും നയന മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇനിയും പൂക്കൾ വിരിയാനുണ്ട്. ഒരു ദിവസം പ്രായം, ഒരൊറ്റ ദിവസത്തെ ആയുസ്സേ ഈ പൂക്കൾക്കുണ്ടാവും. പക്ഷേ മൊട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ എപ്പോഴും പൂവുണ്ടാവും. ഇത് മഴക്കാലത്തിൻ്റെ ഈ സമയത്ത്, ഈ സമ്മറിലാണ് ഇത് പൂക്കളുണ്ടാവുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.